എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് PSCയുടെ പുതിയൊരു അറിയിപ്പുമായിട്ടാണ്. തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ. അതായത് +2 ലെവൽ പ്രിലിമിനറി പരീക്ഷ ആദ്യഘട്ട പരീക്ഷ എഴുതാൻ കഴിയാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വീണ്ടും അവസരം വരികയാണ്. ഇനി രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എന്തെങ്കിലും അവസ്ഥകൾ കൊണ്ട് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും വീണ്ടും ഒരു അവസരം തരികയാണ് PSC. അപ്പോൾ നമുക്ക് ആ ന്യൂസിലോട്ട് കടക്കാം. അപ്പോൾ മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കുക, +2 പ്രാഥമിക പരീക്ഷ എഴുതാനാകാത്തവർക്ക് വീണ്ടും അവസരം. ഇതാണ് നമ്മുടെ ന്യൂസ് ഹെഡിങ് എന്ന് പറയുന്നത്. ഈ വർഷത്തെ +2 തല പ്രാഥമിക പൊതുപരീക്ഷ ആദ്യ 2 ഘട്ടങ്ങളിൽ എഴുതാനാകാത്തവർക്ക് അവസാന ഘട്ടത്തിൽ അവസരം നൽകും. ഇതിന് ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ PSC ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ ഓഗസ്റ്റ് 31-നകം അപേക്ഷ നൽകണം. അപ്പോൾ 2 ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, കഴിഞ്ഞ ഘട്ടത്തിലും ഇനി വരുന്ന 27-ാം തീയതി പരീക്ഷ എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 31-നകം ജില്ലാ PSC ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ അപേക്ഷ നൽകണം. തപാൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. ഓക്കെ, PSC ഓഫീസിൽ നേരിട്ട് പോയിട്ട് അപേക്ഷ നൽകേണ്ടതാണ്. തപാൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയുടെ മാതൃക PSCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 6, 27 തീയതികളിലെ പൊതുപരീക്ഷ എഴുതാനാകാത്തവർക്കാണ് സെപ്റ്റംബർ 17-ന് അവസരം നൽകുന്നത്. ആദ്യഘട്ടം 6-ാം തീയതി നടന്ന ആദ്യഘട്ട പരീക്ഷയും 27-ാം തീയതി നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട പരീക്ഷയും എഴുതാനാകാത്തവർക്കാണ് സെപ്റ്റംബർ 17-ന് 3-ാം ഘട്ട പരീക്ഷയുടെ ദിവസം അവസരം നൽകുന്നത്. PSCയുടെ പരീക്ഷാ ദിവസം സർവകലാശാലകളുടെയോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളുടെയോ പരീക്ഷയുള്ളവർ, അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ, രോഗബാധിതർ, പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്നവർ എന്നിവർക്കാണ് തീയതി മാറ്റി നൽകുന്നത്. ഇവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാത്തതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കാരണങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിന് പറ്റിയ രേഖയും കൂടിയിട്ട് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, അപകടത്തിൽ പരിക്ക് പറ്റിയവർ, അതുപോലെ തന്നെ ആ PSC പരീക്ഷയുടെ അതേ ദിവസം തന്നെ അംഗീകൃത സ്ഥാപനങ്ങളുടെയോ സർവകലാശാലകളുടെയോ പരീക്ഷയുള്ളവർ, അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവർ, രോഗബാധിതർ, പ്രസവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്നവർ, ഇവർക്കൊക്കെയാണ് പരീക്ഷാ തീയതി മാറ്റി നൽകുന്നത്. ഇവ തെളിയിക്കുന്നതിനുള്ള രേഖകളും കൂടെ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ ഒക്കെ കൊണ്ട് PSC +2 ലെവൽ പ്രിലിമിനറി 2 ഘട്ട പരീക്ഷ എഴുതാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സെപ്റ്റംബർ 17-ാം തീയതി വീണ്ടും ഒരു അവസരം ലഭിക്കുന്നതാണ്. പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 31-നകം തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷയുടെ കൂടെ ഈ പറഞ്ഞ കാരണങ്ങളാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും കൂടിയിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മാക്സിമം പേരിലോട്ട് ഈ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്